ഒരു ദൈവമൈതൽ ഇതിനെല്ലാം കീഴ്പ്പെടുത്തണം. ഈ ജഡത്തെ ഒതുക്കണമെങ്കിൽ എല്ലാവരെയും കൊണ്ട് ഒക്കത്തില്ല. അതിന് പ്രതിഷ്ഠാ ജീവിതം വേണം. നമുക്ക് പ്രതിഷ്ഠാ ജീവിതമാണ്. യോഗത്തിന് വന്ന് പ്രതിഷ്ഠ ഇരിക്കുമ്പോഴായിരിക്കും. ഒരു സ്തോത്രം പോലും നമ്മൾ പറയില്ല, അനങ്ങുന്നില്ലല്ലോ, പ്രതിഷ്ഠയാണ്. പുള്ളിയുടെ അപ്പുറം ഇരിക്കുന്ന പുള്ളി അനങ്ങുന്നില്ലല്ലോ, അത് പ്രതിഷ്ഠയാണ്. യോഗത്തിന് വന്നിട്ട് കസേര നിറച്ച് അനങ്ങാതിരിക്കുന്ന നല്ല പ്രതിഷ്ഠ. ജീവിതത്തിൽ പ്രതിഷ്ഠ വേണം. ഇനി മറുവശം, ജീവിതത്തിൽ പ്രതിഷ്ഠ വേണമെങ്കിൽ എല്ലാവരും കൊണ്ട് പറ്റത്തില്ല, പക്വതന്മാരെ കൊണ്ട്. ഞാനെപ്പോഴും പറയും, ഇപ്പൊ ഈ സഭയ്ക്കകത്ത് പക്വതന്മാരൊന്നുമില്ല, മിടുക്കന്മാരാ. എല്ലാവരും മിടുക്കന്മാരാ. നമുക്ക് മിടുക്കന്മാരെ മതിയല്ലോ. അല്ലെ വെക്കുന്നത് പുള്ളി പ്രസംഗിക്കൂ, ഭയങ്കര മിടുക്കൻ പ്രസംഗിക്കും, അരിവാരി എറിയും പോലെ അന്യഭാഷ പ്രസംഗം. നിൽക്കുന്ന മഴവും കൂടെ ഇതൊക്കെ പ്രസംഗം. പുള്ളി തല്ലുണ്ടാക്കും, പറന്നടി. കൗൺസിൽ കൂടിയപ്പോ പുള്ളി മുണ്ട് മടക്കി കുത്ത് പറന്നടി. പുള്ളി തുളനാടനൊക്കെ പഠിച്ചതാണ്. രക്ഷിക്കപ്പെട്ടെന്നാ പറയുന്നത്. അതിന് പെടുന്നതിന് അഭ്യാസം മുറ അറിയാം. നിൽക്കുന്ന കണ്ടില്ലേ, പ്രസംഗിക്കുമ്പോൾ പുള്ളി ചുവടയില് പറന്നടി. തെറി പറയുമോ, കണ്ണുപൊട്ടുന്നു, മിടുക്കനാണ്. രച്ചായി നാള് കുമ്പനാട്ട് വെച്ചോടനെ പറഞ്ഞത് കണ്ണു. പുള്ളിയെ ഒന്ന് നമുക്ക് അങ്ങനെയുള്ളവരെ മതിയല്ലോ. ആത്മീയരെ വേണ്ടല്ലോ. ദൈവത്തിന് മിടുക്കന്മാരെ വേണ്ട, ദൈവത്തിന് വിശുദ്ധന്മാരെ വേണ്ട.